പാലക്കാട് മലമ്പുഴയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. കോരയാർ പുഴ കടന്ന് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യം 24-ന് ലഭിച്ചു. വേനോലി, എളമ്പ്രക്കാട്, പനമരക്കാട്, കൊട്ടേക്കാട്, ആറങ്ങോട്ടുകുളമ്പ് തുടങ്ങിയ മേഖലകളിൽ ആനകൾ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നത് നിഖിൽ പ്രമേശാണ്. നിഖിൽ, ഈ ദൃശ്യങ്ങൾ ദൂരെ നിന്ന് കാണുന്ന നമുക്ക് തന്നെ ഭയമുണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. പലപ്പോഴും കാട്ടാന ശല്യമുള്ള ഒരു മേഖലയാണ്. വീണ്ടും കാട്ടാന കൂട്ടം ഇവിടെ എത്തുന്നു. അത് കൊരയാർ പുഴ കടന്നെത്തുന്നു. എന്താണ് നാട്ടുകാരിപ്പോൾ പറയുന്നത്? ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ? കൃഷ്ണ, കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിലെ മാധ്യമ പ്രവർത്തകന് ജീവൻ നഷ്ടമായ സമാന മേഖലയിൽ തന്നെയാണ്. അതായത് ഈ കോരയാർ പുഴ മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താനായിരുന്നു ആ സംഘം അവിടെ എത്തിയിരുന്നത്. അതേ മേഖലയിലാണ് വീണ്ടും ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്നത്. കഞ്ചിക്കോട്, മലമ്പുഴ മേഖലകളിൽ കഴിഞ്ഞ കുറേയധികം ദിവസമായി കാട്ടാനക്കൂട്ടം സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ മതപ്പാടുള്ള ആനകൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ നേരെ മുന്നിൽ ചെന്നെത്തുക എന്നുള്ളത് വളരെയധികം ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഇന്ന് രാവിലെയും ജനവാസ മേഖലയ്ക്ക് അരികിൽ ഈ കാട്ടാനകൾ എത്തി എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. വെനോലി, എളമ്പ്രക്കാട്, പനമരക്കാട്, കോട്ടേക്കാട്, ആറങ്ങോട്ടുകുളമ്പ് തുടങ്ങിയ മേഖലകളിലാണ് ഈ ആനകൾ കൂട്ടത്തോടെ തമ്പടിച്ചിട്ടുള്ളത്. ജില്ലയിൽ ഇന്നലെ നല്ല മഴ ലഭിച്ചെങ്കിലും ഈ ആനകൾ വെള്ളം കുടിക്കുന്ന സ്ഥലത്തൊന്നും തന്നെ ഈ തോടുകളിലും മറ്റും വെള്ളം നിറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇവ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമുള്ളത്. ആകെ 22ഓളം ആനകളാണ് ഈ പ്രദേശത്തുള്ളത്. ഇതിൽ പലതും അക്രമകാരികളാണ് എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന കാര്യം. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ കാട് കയറ്റുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് ശാശ്വത പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേശ്.